അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം, നമ്മൾ ജീവിതത്തിൽ നമുക്ക് ഏറ്റക്കുറച്ചിലുകൾ, ഗുണദോഷ ഫലങ്ങൾ, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. ഗുണവും ദോഷവും ഒക്കെ അള്ളാഹുൽ നിന്നാണ്. ഈ അള്ളാഹുൽ നിന്നാണെന്ന് പറയുമ്പോൾ ഡയറക്റ്റ് അള്ളാഹുൽ നിന്നല്ല. നമുക്ക് കിട്ടുന്ന ഗുണങ്ങളൊക്കെ ഇടയിൽ ഒരു കാര്യകാരണം ഉണ്ടാകും, ദോഷഫലത്തിന് ഇടയിൽ ഒരു കാര്യകാരണം ഉണ്ടാകും. അങ്ങനെ ഒരു ഇടയിൽ ഒന്നില്ലാതെ അള്ളാഹു തആല ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. മഴ പെയ്യിക്കണമെങ്കിൽ അള്ളാഹുവിന് ഇടയിൽ ഒന്നിൻ്റെ ആവശ്യമില്ല. പക്ഷേ ആകാശത്തേക്ക് മൂടിക്കെട്ടുന്ന കാർമേഘം, കാറ്റ് മഴയായി വർഷിക്കും. നമ്മൾ പഠിച്ചിരിക്കുകയാണ്, സത്യമാണ്, തന്നെയാണ്, അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അത് ആകാശത്ത് നിന്ന് തന്നെ ഇങ്ങനെ ചൊരിയണം എന്ന് നിർബന്ധമുണ്ടോ? അതിന് അള്ളാഹു തആലയ്ക്ക് മഴ പെയ്യിപ്പിക്കാൻ ആകാശം വേണോ? ഒന്നും വേണ്ട. അള്ളാഹുവിന് ഒരു കാര്യം ചെയ്യുന്നതിന് ഒന്നിൻ്റെയും ആവശ്യം ഇല്ല. പിന്നെ എല്ലാ കാര്യങ്ങളും അള്ളാഹു അങ്ങനെ ഒരു കാരണങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടത് തന്നെയാണ് ആത്മീയമായ ചികിത്സയും. ഈ ആത്മീയമായ ചികിത്സയിൽ മാത്രം നമുക്കൊരു സംശയവും, ഭൗതിക ചികിത്സയിൽ ഭയങ്കര വിശ്വാസവും, അത് നമ്മുടെ ഈമാൻ ഇല്ല എന്നതിൻ്റെ ലക്ഷണമാണ്. അതാദ്യം മാറ്റുക. ഭൗതികമായി ഡോക്ടറെ കാണുന്നതിന് കുഴപ്പമില്ലെങ്കിൽ, ഗുളിക കഴിക്കുന്നതിന് കുഴപ്പമില്ലെങ്കിൽ, ഈ ഗുളികയും ഡോക്ടറും ഒക്കെ അള്ളാഹിൻ്റെ കഴിവാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, അതുപോലെ തന്നെയാണ് ഔലിയാക്കളെടുത്ത് പോകലും അവരെ സഹായം ചോദിക്കലും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. അങ്ങനെ തന്നെയാണ്. നമ്മുടെ വിശ്വാസം എന്തായിരിക്കണം? ഇത് അള്ളാഹുവിൽ നിന്നുള്ള അവൻ്റെ ഖുദ്റത്താണ്, അവൻ്റെ കഴിവാണ്, അവൻ്റെ ഇറാദത്താണ് എന്ന വിശ്വാസം ഉണ്ടാകണം. ഏതായാലും മനുഷ്യന്മാർക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന ചില വിഷയങ്ങളിൽപ്പെട്ട ഒരു പ്രധാന ഒരു വിഷയമാണ് ഈ നമ്മുടെ പേയ്ക്കിനാവുകൾ, അഥവാ ഉറക്കിൽ ഇങ്ങനെ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണുക, ഉറക്കിലിങ്ങനെ ആരോ നടക്കുന്ന, വരിക, പോവുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ പേടിപ്പിക്കുന്ന പ്രശ്നങ്ങളൊക്കെ സ്വപ്നത്തിൽ കാണുന്ന ധാരാളം ആളുകൾ ഉണ്ട്. അത് കാണുന്നത് എല്ലാം നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കേണ്ട, ചിലത് പോയിന്റുകൾ ഉള്ളതാണ്, അടിസ്ഥാനം ഉള്ള ചില സ്വപ്നങ്ങളും ഉണ്ട്. അഥവാ നമ്മൾ രക്ഷപ്പെടരുത്, നശിച്ചു പോകണം, ഇതോടെ തീരണം, ഫുള്ള് കാലിയാകണം, എഴുന്നേറ്റ് നടക്കരുത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് താൽക്കാലിക മാനസിക ആശ്വാസത്തിന് വേണ്ടി ഏതെങ്കിലും തിന്മയിലൂടെ ചികിത്സ ചെയ്യുന്ന ചികിത്സാകാരികളുടെ അടുത്തു ചെന്നിട്ട് തൻ്റെ പ്രിയപ്പെട്ടവർ ആയിരുന്നവരെ നശീകരണത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ചില ആളുകൾ നടത്തുന്ന പണികൾ ഉണ്ട്. ആ പണികളിലൂടെ ഈ ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് വേണ്ടി ഒരാൾ ഇതുപോലെ പോയി എവിടെങ്കിലും ചെയ്താൽ, സിഹറൊക്കെ ചെയ്താൽ, നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. സിഹർ ഇസ്ലാം അനുവദിക്കുന്നില്ല, അത് വലിയ പാവങ്ങളിൽപ്പെട്ടതാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ആവശ്യ നിർവഹണത്തിന് അള്ളാഹനെ മറന്നുകൊണ്ട് പോയി ചെയ്യുന്ന ആളുകൾ, അവർ ചെയ്താൽ അത് നമുക്ക് തന്നെ നമ്മുടെ ഉറക്കിൽ, നമ്മുടെ ജീവിതത്തിൽ വ്യതിയാനങ്ങൾ സംഭവിക്കും. നമ്മുടെ വീട്ടിൽ നാം ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അല്ലെങ്കിൽ നമ്മോടൊപ്പമുള്ളവർക്ക് ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ വന്നു തുടങ്ങും. അപ്പം ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ ഒരു ദിവസം വന്നു, പിന്നീട് വന്നില്ല എങ്കിൽ അതങ്ങനെ വിടാം. മറിച്ച് നമുക്ക് മറ്റ് സ്വപ്നങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് കൺസൾട്ട് തന്നെ ചെയ്യണം. അതെന്താണെന്ന് പ്രശ്നം കണ്ടുപിടിക്കുക തന്നെ വേണം. പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വലിയ ആനക്കാര്യം ഒന്നും അല്ല. ഇവിടെ ഒരു ചെറിയ ടെലസ്കോപ്പ് പോലത്തെ ഒരു ചെറിയ സാധനം രണ്ടറ്റത്ത്, ഒന്ന് ചെവിയിൽ കുത്തി, ഒന്ന് ഇങ്ങനെ നെല്ലിക്കയുടെ ഒരു സാധനം ആ രോഗിയുടെ നെഞ്ചത്ത് വയ്ക്കുമ്പോൾ ഡോക്ടർ അസുഖം പറയുന്നു. അത് വിശ്വസിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. എങ്കിൽ ഇസ്ലാമിലും അതിന് കാര്യങ്ങളുണ്ട്. വരുന്ന ആളിൻ്റെ പേരും ഉമ്മയുടെ പേരും കൂടി എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സംഭവിച്ച വിഷയം എന്താണെന്ന് കണ്ടുപിടിക്കാൻ യാതൊരു പ്രശ്നവുമില്ല. ശൈത്താനാണെങ്കിലും ജിന്നാണെങ്കിലും സേവയാണെങ്കിലും കണ്ണേറാണെങ്കിലും നാവേറാണെങ്കിലും റൂഹാനിയത്താണെങ്കിലും ഇനി പ്രാക്ക് ദോഷമാണെങ്കിലും ഇതൊന്നും അല്ല. രക്തവുമായി ബന്ധപ്പെട്ട ബോഡിയിൽ ആയി ബന്ധപ്പെട്ട രോഗമാണെങ്കിലും
അത് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഈ ചികിത്സ, ഖുർആനികമായ ചികിത്സയിൽ അങ്ങനെ എല്ലാ വകുപ്പുകളും ഉണ്ട്. ഇത് നമ്മളാരും തുടങ്ങി വെച്ചതല്ല. ഖുർആനികമായ ചികിത്സ ഖുർആൻ തന്നെ തുടങ്ങി വെച്ചത് തന്നെയാണ്. അതിൻ്റെ ശാഖകൾ പല നിലയിലും ഉണ്ട് എന്ന് മാത്രം. അത് ഒരു വിഷയത്തിൻ്റെ കാര്യം പഠിക്കണമെങ്കിൽ അതിന് യെസ് ഓർ നോ മറുപടി അല്ല, അത് വിശദമായി അതിനെക്കുറിച്ച് പല മേഖലകളും നമ്മൾ ടച്ച് ചെയ്ത് പോയി പഠിച്ച് വരുമ്പോഴാണ് ആ വിഷയം മനസ്സിലാകുന്നത്. അല്ലാതെ പെട്ടെന്ന് ഒറ്റയടിക്ക്, ഇപ്പം നമ്മൾ ഒറ്റയടിക്ക് മറുപടി കിട്ടാത്ത ഒരു വലിയ വിഷയം തന്നെയാണ് പിന്നെ ഇത് മുസ്ലിംകളല്ലാത്ത അല്ലെങ്കിൽ മതം ഇല്ലാത്ത ആളുകൾ മതനിഷേധികൾ ചോദിക്കുന്നത് ദൈവം എവിടെ, അള്ളാഹു എവിടെ? ആർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച് ഇല്ല എന്നാണോ? അല്ല. അപ്പൊ അതുകൊണ്ട് ഈ ചികിത്സയിലും 100% വ്യക്തമായിട്ട് എല്ലാം പഠിച്ച് മനസ്സിലാക്കിയാൽ എല്ലാം നമുക്ക് ചോദ്യമില്ലാതെ സംശയമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പൊ ഇതുപോലെ കാണുന്ന ഏത് പ്രശ്നങ്ങളും ഇൻഷാ അല്ലാഹ് പേര് വെച്ച് കണ്ടുപിടിച്ച് അതിന് വേണ്ടുന്ന പരിഹാര ക്രിയകളും ഇൻഷാ അല്ലാഹ് വേണ്ടവർ വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് വേണ്ടുന്നത് അത് നിർദ്ദേശം തരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.